ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രാമർ, നാളെ ഗ്രാമർ എക്സാമാണ്. അതിൻ്റെ കുറച്ച് ടോപ്പിക്സ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു സെൻറ്റൻസ് എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ചോദിക്കും. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇഫ് നെസസറി എന്നും പറഞ്ഞ് ചോദിക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ് എന്ന് പറഞ്ഞ് ചോദിക്കും. പ്ലൂറലും സിംഗുലറും ഒക്കെ ഇടാൻ ചോദിക്കും. അങ്ങനെയൊക്കെ കുറേ കറക്ഷൻസ് വരും. അപ്പോൾ അതിന് ഫോർമേഷൻ ഓഫ് പ്ലൂറൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിലൊരു ഇത് തന്നിട്ടുണ്ട്, കുറച്ച് റൂൾസ്. അത് പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യം അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പ്ലൂറൽ നൗൺസ് എന്ന് പറയുന്നത് യൂഷ്വലി ഫോംഡ് ബൈ ആഡിങ് എസ് ഓർ ഇ എസ്. അതെല്ലാവർക്കും അറിയാം. ഒരു നൗണിനെ പ്ലൂറൽ ആക്കണമെങ്കിൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. സീഡ് എന്ന് പറയുന്നത് സീഡ്സ് ആവും, ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കും. ഫോക്സ് ഫോക്സസ്, ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും. ടോർച്ച് ടോർച്ചസ്, കണ്ടോ, അങ്ങനെ വരും. നെക്സ്റ്റ് റൂള്, വേർഡ്സ് ദാറ്റ് എൻഡ് ഇൻ എ കോൺസണൻറ്റ് ഫോളോവഡ് ബൈ ദ ലെറ്റർ വൈ ചേഞ്ച്ഡ് ഇൻ ടു ഇറ്റ്സ് പ്ലൂറൽ ബൈ ഫോമിങ് ബൈ ആഡിങ് ഐ ഇ എസ്. അതായത് ഒരു കോൺസണൻറ്റ് വൈ കൊണ്ട് എൻഡ് ചെയ്യുന്ന കോൺസണൻ്റ് ആണെങ്കിൽ ആ വൈ മാറിയിട്ട് പകരം അവിടെ ഐ ഇ എസ് വരും. എക്സാമ്പിൾ നോക്കിയേ, കൺട്രി, ലാസ്റ്റിലത്തെ വൈ റിമൂവ് ആയിട്ട് അവിടെ കൺട്രീസ്, ഐ ഇ എസ് വന്നു. അടുത്തത്, സർട്ടൻ നൗൺസ് ദാറ്റ് ഇൻ ദ ലെറ്റർ എഫ് ഹാസ് വി ഇ എസ്. അതായത് എഫ് വെച്ച് എൻഡ് ചെയ്യണമെങ്കിൽ ആ എഫ് മാറിയിട്ട് വി ഇ എസ് വരും. എക്സാമ്പിൾ ലീഫ്, അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ലീവ്സ്, വി ഇ എസ് വന്ന്. കാരണം ഇങ്ങനെ ചോദിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ദെയർ വെയർ ന്യൂ ലീവ്സ് ഓൺ ദി പ്ലാന്റ്. ലീവ്സിൻ്റെ സ്പെല്ലിങ് കൊടുത്തേക്കണം LEAFS ആണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കതിൽ എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാവില്ല. ആ എഫ് മാറിയിട്ട് അവിടെ VES ആണ് വരാനുള്ളതെങ്കിൽ മാത്രമേ അത് പ്ലൂറൽ ആവുള്ളൂ. ദേ ആർ ന്യൂ ലീവ്സ് ഓൺ ദി പ്ലാന്റ്, അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള ഫോർമേഷൻ ഓഫ് പ്ലൂറൽസിൻ്റെ അത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വയ്ക്കേണ്ടത്. നെക്സ്റ്റ്, സം വേർഡ്സ് ഷോ ഇറഗുലർ പ്ലൂറൽ ഫോർമേഷൻ. ചില വേർഡ്സിന് ഇറഗുലർ പ്ലൂറൽ ഫോർമേഷൻ ഉണ്ടാവും. അതായത് ഫൂട്ട്, ഫീറ്റാണ് പ്ലൂറൽ. ഗൂസ്, ഗീസ്, മാൻ, മെൻ, വുമൺ, വുമൻ. അപ്പം അത്തരമുള്ളത് കറക്റ്റ് ആ രീതിയിൽ തന്നെ പ്ലൂറൽ ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കി എഴുതേണ്ടതുണ്ട്. നെക്സ്റ്റ് റൂള്, ദ പ്ലൂറൽ ഫോംസ് ഓഫ് കോമ്പൗണ്ട് നൗൺസ് ആർ ആൾസോ ഫോംഡ് ബൈ ആഡിങ് എസ് ഓർ ഇ എസ്. കോമ്പൗണ്ട് നൗൺസിലും എന്താണ്, എസ് ഓർ ഇ എസ് ആഡ് ചെയ്ത് തന്നെയാണ് പ്ലൂറൽ ആക്കുന്നത്. അതായത് ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡ്സ്. ഇല്ല, കണ്ടോ, ആ സിസ്റ്റേഴ്സ് വന്നത് ആദ്യമാണ്. അപ്പം അതിൽ എസ് ഒ ഇ എസ് എവിടെ ആഡ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് റൂള്, FE നൗൺസ് ഹാവ് ദ സെയിം സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം. ചില വേർഡ് നൗൺസിന് സിംഗുലറും പ്ലൂറലും സെയിം ആണ്. ഷീപ്പ്, ഷീപ്പ് തന്നെ, ഡിയർ, ഡിയർ തന്നെ, ബക്ക്, ബക്ക് തന്നെ, ഗ്രൗസ്, ഗ്രൗസ് തന്നെ. അപ്പം അതും നമ്മൾ കുറച്ച് നോട്ട് ചെയ്ത്, അങ്ങനെ സിംഗുലറും പ്ലൂറലും സെയിം ആയിട്ടുള്ളത് കുറച്ച് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. സർട്ടൻ നൗൺസ് ആർ യൂസ്ഡ് ഓൺലി ഇൻ ദെയർ പ്ലൂറൽ ഫോംസ്. ചില നൗൺസ് എങ്ങനെയാണ്, പ്ലൂറൽ ഫോംസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് സിസേഴ്സ്, സിസർ എന്നല്ല സിസേഴ്സ് എന്ന് തന്നെ പറയണം. ജീൻസ്, ഷോർട്ട്സ്, ജീൻ എന്നാരെങ്കിലും പറയുമോ, ജീൻസ് എന്ന് തന്നെയല്ല പറയുന്നത്. അതുപോലെ ഇനി സർട്ടൻ നൗൺസ് അപ്പിയർ ടു ബി പ്ലൂറൽ ബട്ട് ആർ ട്രീറ്റ് ആസ് സിംഗുലർ. ചിലത് പ്ലൂറലായിട്ട് കാണപ്പെടുന്നുണ്ട്, പക്ഷെ അതിന് സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് പൊളിറ്റിക്സ്, ന്യൂസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എക്കണോമിക്സ്, ഇതൊക്കെ സിംഗുലറാണ്, പക്ഷെ കാണപ്പെടുന്നത് പ്ലൂറലായിട്ടാണ്. നെക്സ്റ്റ്, അൺകൗണ്ടബിൾ നൗൺസ് ഡു നോട്ട് ഹാവ് പ്ലൂറൽ ഫോം. അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഇല്ല, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഷുഗർ, ഷുഗർ എന്ന് പറയുന്നത് ഒരുപാട് തരിയുണ്ട്, അത് പക്ഷേ അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് അതിന് പ്ലൂറൽ ഫോം ഇല്ല. ഷുഗർ തന്നെ. സ്നോ, ബട്ടർ, ബട്ടേഴ്സ് എന്നൊന്നും കേട്ടിട്ടില്ലല്ലോ, ബട്ടർ, അത് തന്നെയാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. അപ്പോൾ ഇത്രയാണ് പ്ലൂറൽ ഫോർമേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറച്ച് എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, അത് സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. ടെക്സ്റ്റിൽ ബേക്കിൽ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എഴുതാതെ സ്വന്തമായിട്ട് തന്നെ എഴുതണം. അതാണ്ടേ, 2 kind of ഡാഷ് വെയർ യൂസ്ഡ് ടു മേക്ക് ദിസ് ബ്രെഡ്. വീറ്റ് ഓർ വീറ്റ്സ് എന്നാണ് വെച്ചേക്കുന്നത്. വീറ്റ്, അൺകൗണ്ടബിൾ. അപ്പോൾ പ്ലൂറൽ എന്താണ്, വീറ്റ് തന്നെ. വീറ്റ്സ് എന്നാണ് വെച്ചേക്കുന്നത്. വീറ്റ്, അൺകൗണ്ടബിൾ. അപ്പോൾ പ്ലൂറൽ എന്താണ്, വീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നോക്കിയേ, ഡാഷ് ആർ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഓട്ട് ഓർ ഓട്സ്. ഓട്സ് ആണ് വരുന്നത്. എന്താണ്, ഓട്സ്, സിസേഴ്സ്, ജീൻസ്, ആ മോഡലിൽ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, സിസേഴ്സ്, ജീൻസ്,
അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഓർ ഇൻഫോർമേഷൻസ്, ഒറ്റ വേർഡാണ് ഇൻഫോർമേഷൻ. അത്തരത്തിൽ എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രാമറിൽ കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു കാര്യമാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പോസിഷനിൽ നമുക്ക് ടൈപ്പ് ഓഫ് പ്രിപ്പോസിഷനും അതിൽ കുറച്ച് കൺഫ്യൂഷൻ വരുത്തുന്ന ടൈപ്സും നോക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻ എത്ര ടൈപ്പ് ഉണ്ട്? അറ്റ്, ഓൺ, ഇൻ, ഡ്യൂറിങ്, വിത്തിൻ, ഫോർ, സിൻസ്, അറ്റ്, ഇൻ, ഓൺ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് അറ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ദ ഫംഗ്ഷൻ സ്റ്റാർട്ട് അറ്റ് 11 PM, ദ മീറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് 10 AM, അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഓൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേയ്സ് ആൻഡ് ഡേറ്റ്, ഡേയ്സും ഡേറ്റും ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഓൺ ഉപയോഗിക്കുന്നത്. ദ ഇലക്ഷൻ വിൽ ബി ഹെൽഡ് ഓൺ ഫ്രൈഡേ. കണ്ട, ഡേയ്സും ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ഒരു ഇതിൽ പ്രിപ്പോസിഷൻ ചേർക്കണമെന്നുള്ളതിൽ ഡേയ്സും ഡേറ്റും ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഓണും, ടൈമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അറ്റും ചേർക്കുക. നെക്സ്റ്റ് ഇൻ, യൂസ്ഡ് ടു ഷോ എ ഡ്യൂറേഷൻ ഓർ പീരീഡ് ഓഫ് ടൈം ഫോർ ആക്ഷൻ. ഡ്യൂറേഷൻ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ആക്ഷൻ, അതായത് ദ പ്രോജക്റ്റ് വിൽ ബി റെഡി ഇൻ 2 weeks, 2 വീക്കിനുള്ളിൽ റെഡിയാകും, ഇൻ 2 weeks, അങ്ങനെ ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചേർന്നത്. ഇത് മൂന്നും ടൈം, ഡേറ്റ്, ഡേ, അതിൻ്റെ ഡ്യൂറേഷനായിട്ട് ബന്ധപ്പെട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കരുത്. നെക്സ്റ്റ് പ്രിപ്പോസിഷനാണ് ഡ്യൂറിങ് എന്ന് പറയുന്നത്. എന്തിനാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് വെൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓർ ഇൻ ദ കോഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു സ്പെസിഫിക് പീരീഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്, അതിനെ യൂസ് ചെയ്യാനാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്. അതായത് വി സ്ലീപ്പ് ഡ്യൂറിങ് ദ ബ്രേക്ക് ഹവേഴ്സിൽ ഞങ്ങൾ ഉറങ്ങാറുണ്ട്. അത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനാണ്, കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആ സ്പെസിഫിക് പീരീഡിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിത്തിൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ആൻ ആക്ഷൻ വാസ് ഓർ വിൽ ബി കംപ്ലീറ്റഡ് വിത്ത് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു ആക്ഷനെയാണ് ഈ വിത്തിൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദ പ്രോഗ്രാം വിൽ ബി ഓവർ വിത്തിൻ ആൻ അവർ, 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രോഗ്രാം കഴിയും. കണ്ട, അതാണ് കറക്റ്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡിന് വേണ്ടിയിട്ടാണ് വിത്തിൻ കൊടുക്കുന്നത്. നമ്മൾ തോന്നുന്ന പ്രപ്പോസിഷൻ തോന്നുന്നിടത്ത് കൊടുത്താണ് എഴുതുന്നത്. ഇനിയെങ്കിൽ അത് ശ്രദ്ധിച്ച് എഴുതുക. നെക്സ്റ്റാണ് ഫോർ എന്ന് പറയുന്നത് ഷോ ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ്റെ ഡ്യൂറേഷൻ, അതായത് ഹീ സ്പോക്ക് ഫോർ 2 hours, അയാൾ 2 മണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആക്ഷനാണല്ലേ, സ്പോക്ക്. ആ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ 2 hours വരുന്നത്. അവിടെയാണ് ഫോർ യൂസ് ചെയ്യുന്നത്. സിൻസ്, ഇൻഡിക്കേറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ പാസ്റ്റ്. ഇറ്റ് ക്യാൻ imply an action that started at a specified point in past and still continuing. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് തുടങ്ങിയത് എപ്പോഴാണ്? ഒരു പാസ്റ്റിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഐ ഹാവൻ ഗോൺ ദെയർ സിൻസ് 2009 തൊട്ട്, അതായത് നമ്മളിപ്പോൾ 2008 തൊട്ട് ഇവിടെ ജീവിച്ച് വരികയാണ്, ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു എൻഡിങ് ഇല്ല. അതിനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൻസും ഫോറും കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഇനി ഈ അറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? വേറൊരു സ്ഥലത്തും ഉപയോഗിക്കാം. അതായത് ഇൻഡിക്കേറ്റ്സ് എ പെർട്ടിക്കുലർ പ്ലേസ്, ഒരു പെർട്ടിക്കുലർ പ്ലേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യാം. വി ഷാൾ മീറ്റ് അറ്റ് യുവർ പ്ലേസ്, നമ്മൾ നിൻ്റെ പ്ലേസ് സന്ദർശിക്കും. ഇന്നും ഓണും അതുപോലെ വരുന്നൊരിതാണ്, അതായത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അറ്റ്, ഇന്ന്, ഓൺ. ഇന്ന് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ്സ് എ പ്ലേസ് ഇൻ ജനറൽ, എ ബിൽഡിംഗ് ആൾസോ യൂസ്ഡ് വിത്ത് നെയിംസ് ഓഫ് കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ് ആൻഡ് അതർ സച്ച് ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ്. അതെന്തിനാണ്? ഒരു ജനറൽ പ്ലേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ്. കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ്, ലാർജ് ഏരിയ ഓഫ് ലാൻഡ് ഒക്കെ ഈ ഇന്ന് യൂസ് ചെയ്യും. അതായത് ഹി വാസ് ബോൺ ഇൻ എ വില്ലേജ്, കണ്ടോ, ഇന്ന് അവിടെ യൂസ് ചെയ്ത്, അതെന്താണ്? ഒരു ജനറൽ പ്ലേസാണ്. ഇനി ഓൺ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ലാർജ് ഏരിയ ഓഫ് വർക്ക്, എ സ്പെസിഫിക് പ്ലേസ് വെയർ സംതിങ് ഈസ് കെപ്റ്റ്. അതായത് ഒരു സ്പെസിഫിക് സംതിങ് കെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് പ്ലേസ്, ഒരു ലാർജ് ഏരിയ, വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാർജ് ഏരിയ ഇൻഡിക്കേറ്റ് ചെയ്യാനും ഓൺ യൂസ് ചെയ്യും. ഹിസ് റിസർച്ച് ഈസ് ഓൺ പാരാനോർമൽ ആക്ടിവിറ്റി, ദിസ് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അല്ലേ, അയാളുടെ റിസർച്ച് എന്തിനാണ്? പാരാനോർമൽ ആക്ടിവിറ്റിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം
പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെർട്ടൻ കൺഫ്യൂസിങ് പ്രിപ്പോസിഷനാണ്. ചില പ്രിപ്പോസിഷൻസ് നമുക്ക് കൺഫ്യൂസ് ഉണ്ടാക്കാറുണ്ട്, അത്തരത്തിലുള്ളതാണ്. ബിസൈഡ്, ബിസൈഡ്സ് ഇത് എവിടെ യൂസ് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷൻ കാരണം. ബിസൈഡ്സ് എവിടെ യൂസ് ചെയ്യും, ബിസൈഡ് എവിടെ യൂസ് ചെയ്യും? അപ്പോൾ അതിനാദ്യം നമുക്ക് ഇതിൻ്റെ മീനിങ് പഠിക്കണം. ബിസൈഡ് എന്ന് വെച്ചാൽ അറ്റ് എ സൈഡ് ഓഫ്, ഒരു സംതിങ്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അറ്റ് എ സൈഡ് ഓഫ് അല്ലെങ്കിൽ സംതിങ്, ഇതാണ് ബിസൈഡിൻ്റെ മീനിങ്. ദ ചൈൽഡ് സാറ്റ് ബിസൈഡ് ഇറ്റ്സ് ഇൽ മദർ ടിൽ ഇറ്റ് സ്ലെപ്റ്റ്. അപ്പോൾ ദ ചൈൽഡ് സാറ്റ് ബിസൈഡ് സംതിങ് അല്ലെങ്കിൽ അറ്റ് എ സൈഡ് ഓഫ്, അതാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നാളെ എക്സാമിന് ഉണ്ടാകും, നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ മോഡൽ ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് ഇതിൽ വരുന്നതെന്ന്. ബിസൈഡ് വരുമോ ബിസൈഡ്സ് വരുമോ എന്ന്. ബിസൈഡ്സിൻ്റെ അർത്ഥം എന്താണ്? ഇൻ അഡീഷൻ ടു എന്നാണ്, അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം. അതിൻ്റെ എക്സാമ്പിൾ നോക്കി. They have to study an extra language course besides a regular subjects. അല്ലേ, ഇൻ അഡീഷൻ ടു എ റെഗുലർ സബ്ജക്റ്റ്, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ആണ് ബിറ്റ്വീനും എമങ്ങും. ഇതുപോലെ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് ബിറ്റ്വീൻ എമങ്. ബിറ്റ്വീൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദെയർ ഈസ് എ റെഫറൻസ് ടു ടു തിങ്സ്, പേഴ്സൺ എക്സെട്ര. അതായത് രണ്ട് തിങ്സ്, രണ്ട് പേഴ്സൺ, ഇവയ്ക്കിടയിൽ ഒരു റെഫറൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ലൈസ് ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ദി അറേബ്യൻ സീ. കണ്ട, വെസ്റ്റേൺ ഗട്ട്സിനും അറേബ്യൻ സീക്കും ഇടയിലാണ്, അതാണ് ബിറ്റ്വീൻ്റെ അർത്ഥം. എമങ് ഈസ് യൂസ്ഡ് വെൻ റെഫറൻസ് ഈസ് ടു മോർ ദാൻ ടു തിങ്സ് ഓർ പേഴ്സൺ. ടൂവിൽ കൂടുതൽ പേഴ്സൺസിൻ്റെ ഇടയിലുള്ള റെഫറൻസ് ആയിട്ടാണ് എമങ് കൊടുക്കാനുള്ളത്. The children shared the packet of sweets among themselves. Children, sweets, themselves ഇതെല്ലാം രണ്ടിൽ കൂടുതലുണ്ട്. സ്വീറ്റ്സ് രണ്ട് സ്വീറ്റേ ഉള്ളതെന്ന് പറയത്തുണ്ടോ? നോ, സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വരും, ചിൽഡ്രൻ ഒരുപാട് വരും. അപ്പോൾ രണ്ടിൽ കൂടുതലുള്ളതിൻ്റെ ഇടയിലാണ് എമങ് ചേർക്കാനുള്ളത്. അത് അവിടെയും ബിറ്റ്വീൻ ചേർത്ത് വെക്കരുത്. നെക്സ്റ്റ് കൺഫ്യൂസിങ് വേർബാണ് ബൈയും വിത്തും. ബൈ യൂസ്ഡ് ഫോർ ദ പേഴ്സൺ ഹൂ ഡസ് ദ ആക്ഷൻ. ഒരു പേഴ്സൺ ആരാണോ, ഒരു പേഴ്സൺ അവരെ ആക്ഷൻ ചെയ്യുന്നതാണ് ബൈ കൊണ്ട് യൂസ് ചെയ്യുന്നത്. വിത്ത് ആണെങ്കിലോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ദ ആക്ഷൻ ഈസ് ഡൺ. ഒരു ആക്ഷൻ ഡൺ ആവുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിലാണ് വിത്ത് കൊടുക്കുന്നതും ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അവരെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ബൈ കൊടുക്കുന്നതും. ദ പിയാനോ ഈസ് യൂസ്ഡ് ബൈ ഹിം, അങ്ങനെ വരുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ബൈ കൊടുക്കുന്നത് ആ പേഴ്സണും വിത്ത് കൊടുക്കുന്നത് ഏത് ഉപകരണമാണോ ആ പേഴ്സൺ ആ ആക്ഷൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്, അവിടെയാണ് വിത്തും കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദ കേക്ക് വാസ് കട്ട് ബൈ മൈ ഫ്രണ്ട് വിത്ത് ഹെർ ഫിംഗർ. ദ കേക്ക് വാസ് കട്ട് ബൈ മൈ ഫ്രണ്ട്. ആരാണ്? ഫ്രണ്ടാണ് കേക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ബൈ കൊടുത്തത്. വിത്ത് ഹെർ ഫിംഗർ, എന്താണ് അവിടെ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്? ഫിംഗർ. അതിന് വേണ്ടിയിട്ടാണ് വിത്ത് കൊടുത്തത്. അതുപോലെ വരണ ഒരെണ്ണമാണ് ഇന്നും ഇൻറ്റു. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് എന്തിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യും? 3 തരം സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. പൊസിഷൻ, അറ്റയർ ആൻഡ് സറൗണ്ടിങ്സ്. ഇതിനെ 3 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്നാണ്. പൊസിഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? കണ്ടീഷൻ ഓഫ് ബീയിങ് ഇൻ എ പ്ലേസ്. ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്, അല്ലേ? ഒരു പ്ലേസിൽ ബീയിങ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ പൊസിഷൻ, അതിന് റെപ്രസെൻ്റ് ചെയ്യുക ഇൻ യൂസ് ചെയ്യുക. അറ്റയർ, വാട്ട് വൺ വിയേഴ്സ്, എന്താണോ ധരിച്ചിരിക്കുന്നത്. ഹി വാസ് ഡ്രസ്ഡ് ഇൻ എ ട്രഡീഷണൽ അറ്റയർ. കണ്ടോ, അതിൻ്റെ ബേസിൽ ഇൻ കൊടുക്കും. സറൗണ്ടിങ്സ്, എ പെർട്ടിക്കുലർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിന് ഇൻ കൊടുക്കും. ഹി വാസ് ഇൻ എ കോമ ഫോർ വൈൽ, അല്ലേ? കോമ സ്റ്റേജിലായിരുന്നു, അത് അവരുടെ സറൗണ്ടിങ്സ് ആണ്, പെർട്ടിക്കുലർ സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിന് 3നും ഇൻ യൂസ് ചെയ്യും. ഇനി ഇൻറ്റു എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻറ്റു ഈസ് യൂസ്ഡ് ടു ഷോ എ മൂവ്മെൻറ്റ് ഓഫ് ദ ഇൻസൈഡ് ഓഫ് സം പ്ലേസ് ഓർ തിങ്. അതായത് ഇൻസൈഡ് മൂവ്മെൻറ്റിന് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റു കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ ഷോസ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ. ഒരു സിറ്റുവേഷനിൽ നിന്ന് അനദർ സിറ്റുവേഷനിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷനും ഇൻറ്റു യൂസ് ചെയ്യുക. അതായത് ദ ഗേൾ ഈസ് ഫെൽ ഇൻ ടു എ ട്രാൻസ് വെൻ ദ ഫിലിം സ്റ്റാർട്ടഡ്. കണ്ട, ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടുത്തെ എക്സാമ്പിൾ. നോക്കിയേ, ഒരു ഇൻസൈഡിലുള്ള മൂവ്മെൻ്റാണ്. അവർ ആ ഒരു ഗേള് ഫെൽ ഇൻ ടു എ ട്രാൻസ് വെൻ ദ ഫിലിം സ്റ്റാർട്ടഡ്. കണ്ട, അവരുടെ ആ സിറ്റുവേഷൻസൊക്കെയാണ് ഇൻറ്റുവിൽ യൂസ് ചെയ്യുന്നത്.
ഹിസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ കോമൺ മാൻ ഇൻ ടു എ ലീഡർ ഈസ് സ്പെൽ ബൈൻഡിങ്. കണ്ട, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതായത് ഒരു കോമൺ മാനിൽ നിന്ന് ലീഡറിലേക്ക്, അവിടെയാണ് ഇൻറ്റു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് എഴുതിയ പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഗ്രാമർ പോർഷൻ്റെ തന്നെ മുന്നേ എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കോമൺ ടോപ്പിക്സ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി, ഞാൻ ചെയ്തു തരാം. കോമൺ ടോപ്പിക്സ് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയേക്കണം കേട്ടോ.